പൊതുവെ തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും കെ കരുണാകരന് ഒരു യുക്തിയുണ്ട് വിശദീകരിക്കാൻ. അത് പറയുന്നതിനൊപ്പം അദ്ദേഹം സഹപ്രവർത്തകരെക്കുറിച്ച് ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. നേരെ ചൊവ്വേ രണ്ടാം ഭാഗത്തിലേക്ക്. 2001 AK ആന്റണി അധികാരത്തിൽ കയറിയ സമയത്ത് തന്നെ മുരളിയെ KPCC പ്രസിഡന്റാക്കുകയും ചെയ്തു. അതിനുശേഷം ലീഡർ എടുത്തൊരു നിലപാട് അതാണ് ഈ കോൺഗ്രസിലെ ഒരുപക്ഷെ ഒരിക്കലും ഉണ്ടാവാത്തത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോയതും ആന്റണിക്ക് തന്നെ പിന്നീട് തെരഞ്ഞെടുപ്പ് രാജ്യത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നതുമൊക്കെ. അപ്പൊ അന്ന് ഏത് സമയത്തും ആന്റണിക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്നതാണ് ലീഡർ എടുത്ത നിലപാടെന്നാണ് പലരും വ്യാഖ്യാനിച്ചത്. ലീഡർ അത് മനഃപൂർവ്വം ചെയ്തായിരുന്നു? അല്ല, ഗവൺമെന്റിന്റെ ആരായാലും ശരി അവർ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. മുരളിയാണോ ആന്റണിയാണോ എനിക്ക് പ്രശ്നമായിരുന്നില്ല. അന്ന് മുരളിയും ആന്റണിയും കൂടിച്ചേർന്നുണ്ടാക്കിയ സംവിധാനത്തിൻ്റെ തെറ്റുകൾ അത് ഞാൻ പറയാതിരുത്താൻ ഞാൻ എൻ്റെ മകന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു എന്ന് ഒരു തോന്നൽ എൻ്റെ സഹപ്രവർത്തകന്മാർക്കുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, സഹപ്രവർത്തകന്മാരുടെ വികാരത്തെ അവഗണിച്ചു അവരെ ഒരുമിച്ച് കൊണ്ടുപോകാതെ കാര്യങ്ങൾ നടത്താൻ ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏതായാലും മുരളി പ്രസിഡന്റായി, ഇനി ആന്റണി എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ ആ നിലപാട് സ്വീകരിക്കാം. ലീഡറെ ആശ്രിത വത്സലൻ എന്ന് അറിയപ്പെടുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ലീഡർ എന്തും ചെയ്തു കൊടുക്കും. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് അത് ഒരു നല്ല കാര്യമാണോ? രാഷ്ട്രീയ ആശ്രിത വത്സലൻ അത് ഒരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഗുരുവായൂരപ്പൻ ആശ്രിത വത്സലനാണ്, മഹാവിഷ്ണു ആശ്രിത വത്സലനാണ്. ദൈവങ്ങളിൽ പലരും നമ്മൾ ആശ്രിത വത്സലന്മാരായിട്ടാണ്. അതുകൊണ്ട് ആ ഒരു ആശ്രയ വാത്സല്യം എനിക്കുണ്ട്. ആ ആശ്രയ വാത്സല്യത്തിൻ്റെ ഭാഗമായി ഞാൻ ആശ്രിത വാത്സല്യത്തെക്കാൾ അതുണ്ട്, അതിനേക്കാൾ ഉപയോഗിച്ചത് ഞാൻ ഈ പറഞ്ഞതാണ് കാര്യത്തിന് ഉപയോഗിക്കാൻ. 78 ഇളവ് സ്പ്ലിറ്റ് കഴിഞ്ഞപ്പം ഉമ്മൻചാണ്ടി പിന്നെ AK ആന്റണി വയലാർ രവി ഇതെല്ലാം വിട്ടുപോയില്ലേ. ആള് വേണ്ടേ ഇത് കൊണ്ടു നടക്കാൻ. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ആളുകളെ പിക്ക് ആൻഡ് ചൂസ്. അങ്ങനെയാണ് ഈ ആശ്രിത വാത്സല്യം എന്ന് പറയുന്നതിന്റെ ഒരു തുടക്കം. ആശ്രയ വാത്സല്യം വേണ്ടി വരുന്നത് ഈ സെറ്റിൽ നിന്ന്, ഈ തലമുറയിൽ നിന്ന്, അതിലാണ് സെറ്റ്, ഈ തലമുറയിൽപ്പെട്ട ആളുകളെ കൊണ്ടുവന്നിട്ട് നാളെ കോൺഗ്രസ് ഉണ്ടാകും. ആ കോൺഗ്രസ് പടുത്തുയർത്തുന്നതിന് വേണ്ടി ഈ ടൈപ്പിലുള്ള ആളുകളെ ഉപയോഗിച്ചാലേ നടക്കൂ എന്നുള്ള എൻ്റെ തോന്നൽ മാത്രമല്ല, എൻ്റെ വിശ്വാസമാണ് അവരെല്ലാം കൊണ്ടുവരാൻ. അതിലൊരു യുക്തിയുണ്ട്. പക്ഷെ അതിലൊപ്പം തന്നെ ഒരു സ്ഥാനമായിക്കോട്ടെ, ആ സ്ഥാനം കൊടുക്കേണ്ടത് ലീഡറോടൊപ്പം നിൽക്കുന്ന ആള്, ലീഡർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ലീഡറുടെ സ്വന്തം ആൾക്ക് ആണെന്ന് വരുമ്പോൾ വേറെ ആർക്കെങ്കിലും അത് നിഷേധിക്കപ്പെടുന്നുണ്ടാവില്ലേ? ഇവരാരും എൻ്റെ സ്വന്തം ആളായിരുന്നില്ലല്ലോ. ഇവരാരും എനിക്ക് ഈ ASU UN യൂത്ത് കോൺഗ്രസ് എന്നുള്ളതെല്ലാം ഇവരാരും എൻ്റെ ആളുകളായിരുന്നു. എൻ്റെ ആളുകളാണ് ഒരർത്ഥത്തിൽ. അങ്ങനെയുള്ള ആളുകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എന്നോട് സഹകരിക്കാൻ തയ്യാറായി എന്നുള്ള നിലയിൽ അവരെൻ്റെ ആണ്. ലീഡർക്ക് ശേഷം ഈ കോൺഗ്രസിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ലീഡർ തന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നെങ്കിൽ അത് ലീഡറുടെ മനസ്സിലുള്ള ആളാരായിരുന്നു? ഒരു കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് വയലാർ രവിയെ കുറിച്ച് അങ്ങനെ ഒരു സങ്കല്പം ലീഡർക്കുണ്ടായിരുന്നു. എൻ്റെ സങ്കല്പമൊക്കെ തകർന്നു പോയതാണ്. വയലാർ രവിയായാലും ഉമ്മൻചാണ്ടിയൊക്കെ ഗവൺമെൻറ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിന് ശേഷം കൈകാര്യം ചെയ്ത രീതി എന്നെ വളരെ നിരാശപ്പെടുത്തുക. ഇത് ആന്റണിയുടെ കാര്യത്തിൽ ലീഡറുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? കുറെ കാലത്തെ കോൺഗ്രസിന്റെ ചരിത്രം എടുത്താൽ ആന്റണി ഒരറ്റത്ത്, കെ കരുണാകരൻ മറ്റേ അറ്റത്ത്, അവർ തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഈ കോൺഗ്രസിന്റെ ചരിത്രം തന്നെ പലപ്പോഴും എഴുതപ്പെടുക. ആന്റണിക്ക് കെ കരുണാകരനോടുള്ള മനോഭാവം ശരിക്കും എന്തായിരുന്നു? പലപ്പോഴും ആന്റണി കരുണാകരനോട് കൂടുതൽ മൃദുല സമീപനമല്ലേ സ്വീകരിച്ചിരുന്നത്? ആന്റണിയോട് വളരെ മൃദുല സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതിലപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നും അതായിരിക്കും.
ഞാൻ രാജിവെച്ച് ആ കടലാസിലെ മുഷി പറ്റുന്നതാണ് ഡൽഹിയിൽ ചെന്ന് രാജ്യസഭാ മെമ്പറായില്ലേ? അതായിരുന്നു ചെയ്യേണ്ടത്. ഒത്തുതീർപ്പുണ്ടാക്കാൻ നടക്കുന്ന ആളെന്ന് നിങ്ങളെ കൊണ്ട് ദിവസം എഴുതിക്കുകയും എൻ്റെ രാജിയുടെ ഒഴിവിൽ ചെന്ന് വേഗത്തിൽ മെമ്പറാവുകയും ചെയ്തു. ഇതെന്തേ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറയാതെ? ആൻ്റണിയാണ്. ആൻ്റണി എന്നും ആൻ്റണി ആയിരിക്കും. ആൻ്റണിയിലപ്പുറം ഒരാളെ കാണാൻ പ്രയാസമാണ്. അല്ല, ഏതെങ്കിലും കാര്യത്തിൽ ആന്റണിയിലെ ഒരു നല്ല ഗുണം ലീഡർ കാണുന്നുണ്ടോ? ആൻ്റണിയുടെ നല്ലൊരു ഗുണമുള്ളത്, ആൻ്റണിയുടെ താല്പര്യം സംരക്ഷിക്കാൻ നല്ല കഴിവുണ്ട്. ഒരുപാട് ശത്രുക്കള് കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിന് പുറത്തും കെ കരുണാകരന് ഉണ്ടായിട്ടുണ്ട്. ഇതില് ലീഡർക്ക് തന്നെ ഒരു ബഹുമാനം തോന്നിയ ശത്രുവാരാ? ഇവരെ ചിലര് ബഹുമാനമുള്ള ആൾക്കാരാണ്. ഇവരോടൊന്നും എനിക്കൊരു വിദ്വേഷമല്ല. ബഹുമാനമുള്ള ആൾക്കാരും ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട്. ഇപ്പൊ ആന്റണിയുടെ കാര്യം ഭയങ്കര രസകരമായിട്ട് തോന്നുന്നത്. കാരണം ഒരു ഘട്ടത്തില് കോൺഗ്രസിൽ കെ കരുണാകരന്റെ ആളായിട്ട് ആന്റണിയെ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. കെ കരുണാകരന് വേണ്ടി നിൽക്കുന്ന ആളാണ് ആന്റണി എന്നും അതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് ആന്റണിക്ക് തന്നെ വിഷമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ KPCC പ്രസിഡന്റായിട്ട് നിർദ്ദേശിച്ച പേര് ആന്റണിയുടേതായത്. വൈദ്യരവിയായിട്ടുള്ള മത്സരത്തിന് മുമ്പ് 80 കഴിഞ്ഞു. അതായത് ആശങ്കരമായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഒരു പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ ലൈനിൽ ഉറച്ചു നിന്ന് ആന്റണി അതിൻ്റെ പേരിൽ പരസ്യമായിട്ട് നിലപാടെടുത്തു. ആന്റണി വ്യക്തിത്വത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നത് തോന്നിയാൽ അങ്ങനെ നിലപാടെടുക്കുന്ന ആളല്ല. പക്ഷെ ഈ കാര്യത്തിൽ എടുത്തപ്പോൾ എനിക്ക് ഇത് മാത്രമല്ല, അന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീടല്ലേ ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായുള്ളൂ. ഷർട്ട്, സാധാരണ ഒരു ഷർട്ട്, ഈവൻ സാധാരണക്കാരൻ ആർക്കും ഒന്നും കൊടുക്കുന്നു, ഒരു കാപ്പിയോ ചായയോ ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ആൾ, അങ്ങനെ സാധാരണക്കാരൻ്റെ ജീവിതം നയിക്കുന്നു എന്ന് തോന്നിക്കാൻ ശ്രമിച്ചയാൾ ആ രംഗത്ത് കുറേ വിജയിച്ചയാൾ. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ദിവസം കാലത്തെ ഫോണത്തെ നിങ്ങളെയൊക്കെയാണ് വിളിക്കുക എന്നാണ്. ആ ബന്ധം പുറത്താൻ തെറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആന്റണിയെ നിലനിർത്താനും ആന്റണിയെ ഉയർത്താനുമുള്ള മാർഗങ്ങളൊക്കെ അറിയാം.